വ്യൂവേഴ്സ്, വെൽക്കം ടു റേസ് ഐഗൺ. മക്കളെ, നമ്മുടെ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പഠനത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിനെങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നതിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും നമുക്കറിയുന്നതാണ്, 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ 2 എക്സാമേ നിങ്ങൾ ഈ ഒരു വാക്യ പിരമിഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ഇനി അങ്ങോട്ട് 9th-ലും 10th-ലും ഒക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ വാക്യ പിരമിഡ് എന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട, പക്ഷേ നമ്മളത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വാക്യ പിരമിഡ്, പിന്നെ അതുകൂടാതെ പോസ്റ്റർ, ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. പക്ഷേ എന്നിട്ട് പോലും പല കുട്ടികളും ആ മാർക്ക് നഷ്ടപ്പെടുകയാണ് പല കുട്ടികൾക്കും. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾക്ക് നന്നായിട്ട് ഇതെങ്ങനെ ആൻസർ ചെയ്യണമെന്ന് അറിവില്ലായ്മ കൊണ്ടല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വാക്യ പിരമിഡ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വാക്യ പിരമിഡ്, പോസ്റ്റർ, അതുപോലെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇത് 3ഉം നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പിരമിഡ് നൽകിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ ഇവിടെ നോക്കൂ, 2 സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ സെൻറ്റൻസിൽ മുझे ജിജ്ഞാസ थी, ഏത് ചാപ്റ്റർ ആയിട്ട് റിലേറ്റഡ് ആണെന്ന് അറിയാലോ, ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ്. എനിക്ക് ജിജ്ഞാസ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കണേ, മുझे ബർഫ് സെ ടക്കെ പഹാഡോं पर चढ़ने की बहुत जिज्ञासा थी. അപ്പോൾ ഇവിടെ ലാസ്റ്റിലെ സെൻറ്റൻസ് വന്നപ്പോഴേക്കും എനിക്ക് ജിജ്ഞാസ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മഞ്ഞുകൊണ്ട് മൂടിയ പർവ്വതങ്ങൾ കയറുവാൻ എനിക്ക് ജിജ്ഞാസയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണോ ഈ പിരമിഡിൻ്റെ ഷേപ്പ്, അതുപോലെ ആയിരിക്കണം നമ്മുടെ സെൻറ്റൻസും. നോക്കൂ, ഫസ്റ്റിലെ സെൻറ്റൻസിനേക്കാൾ വലുതായിരിക്കണം നമ്മൾ എഴുതുന്ന 2ാമത്തെ സെൻറ്റൻസ്, അതിനേക്കാൾ വലുതായിരിക്കണം 3ാമത്തെ സെൻറ്റൻസ്, അതിനേക്കാൾ വലുത് തന്നെ ആയിരിക്കണം 4ാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെ ലെങ്ത് കൂട്ടുക എന്നുള്ളതിനേക്കാൾ അല്ലേ, എന്ത് കൂടെ നോക്കണം, അവിടെ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥമുണ്ടോ എന്നുകൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, മുझे ജിജ്ഞാസ थी, എന്തിനുള്ള ജിജ്ഞാസ നോക്കൂ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, मुझे चढ़ने की जिज्ञासा थी. ചടിന എന്ന് പറഞ്ഞാൽ എന്താ, കയറുക. ഓക്കെ, ചടിനേക്ക് ജിജ്ഞാസാത്തി. ഇനി നമ്മൾ 3ാമത്തെ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചടിന എന്നുള്ളത് കൊടുത്തു. താഴെയുള്ളതിൽ നിന്ന് ഇനി ഒരു വേർഡ് കൂടി നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, അടുത്ത സെൻറ്റൻസും ആവും. നോക്കൂ, മുझे ബർഫ് സെ ടക്കെ പഹാഡോं पर चढ़ने की बहुत जिज्ञासा थी. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, मुझे पहाड़ों पर चढ़ने की बहुत जिज्ञासा थी. ഓക്കെ, അപ്പോഴും നമ്മൾ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല, ബർഫിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ഇവിടെ 4ാമത്തെ സെൻറ്റൻസിൽ അധികമായിട്ട് അതും വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 മാർക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, സെൻറ്റൻസിന് അർത്ഥം ഉണ്ടായിരിക്കണം, സെൻറ്റൻസിൻ്റെ ലെങ്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പിരമിഡ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം ആ ഒരു സെൻറ്റൻസും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് വാക്യ പിരമിഡ് കി പൂർത്തി കരെ. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു ചോദ്യം. ഇവിടെ നമ്മൾ ചെയ്തത് ഫസ്റ്റ് സെൻറ്റൻസും ഉണ്ട്, നമുക്ക് ലാസ്റ്റ് സെൻറ്റൻസും ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കൂ, ഫസ്റ്റ് സെൻറ്റൻസ് ഉണ്ട്, സെക്കൻഡ് അല്ലേ, 2ാമത്തെ സെൻറ്റൻസും ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്കത് കൂടാതെ 2 വേർഡും നൽകിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കണം. ഹം ഭോജൻ കർത്തേ ഹേ, ഹം സ്വാദിഷ്ട് ഭോജൻ കർത്തേ ഹേ. ഹം, അടുത്തത് നമുക്ക് രാത്കോ എന്നുണ്ട്, സാഗ്ക എന്നുണ്ട്. ഹം സാഗ്ക स्वादिष्ट भोजन करते हैं. അപ്പോൾ നമുക്ക് 3ാമത്തെ സെൻറ്റൻസ് ആയി. ഇനി 4ാമത്തെ സെൻറ്റൻസ് വരുമ്പോഴോ, രാത് കോ
അപ്പോൾ നമുക്കിവിടെ രാത് को हम साग का स्वादिष्ट भोजन करते हैं. കണ്ടോ? അപ്പോൾ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങൾ സെൻറ്റൻസ് ഒന്ന് നോക്കുക, അറേഞ്ച് ചെയ്യുക, എന്നിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ വാക്യ പിരമിഡ് നമ്മൾ പഠിച്ചു. ഇനി നമുക്കുള്ളത് പോസ്റ്ററാണ്. അപ്പോൾ പോസ്റ്ററിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ആദ്യം നോക്കണേ. അപ്പോൾ പല വിധത്തിലുള്ള പോസ്റ്റർ ഉണ്ട്. ചിലത് നമുക്ക് ഒരു സന്ദേശം നൽകുന്ന പോസ്റ്റർ ഉണ്ടാവും, സന്ദേശാത്മക പോസ്റ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സന്ദേശം നൽകുന്ന പോസ്റ്ററിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കുക. ഇപ്പം ജൽ സംരക്ഷണനെ കുറിച്ചാണ് എന്ന് വിചാരിക്കുക. പലപ്പോഴും ചോദ്യം വരുന്ന ഒരു വിഷയം തന്നെയാണ് ജലസംരക്ഷൺ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ജൽ ഹി ജീവൻ ഹേ, ജൽ नहीं तो कल नहीं എന്ന് വെച്ചാൽ ജലമില്ലെങ്കിൽ നാളെ ഇല്ല. അപ്പോൾ കൽ നെഹി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതിയിട്ട് ഒരു ചിത്രമൊക്കെ വരച്ച് കഴിഞ്ഞാൽ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്ററായി ആ ജലത്തിൻ്റെ ദൗർലഭ്യത്തെക്കുറിച്ച് ഒരു സന്ദേശം നൽകുന്ന, നല്ല സന്ദേശം നൽകുന്ന, അത് ഇനി ജലമാകട്ടെ പ്രകൃതിയാകട്ടെ മറ്റെന്ത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മാത്രം എഴുതിയാൽ തന്നെ സന്ദേശാത്മക പോസ്റ്റർ തയ്യാറായി. പലപ്പോഴും അത് 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം 4 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. നോക്കൂ, जिला पंचायत के नेतृत्व में 2023 मार्च 22 को जल ही जान है विषय पर एक संगोष्ठी होने वाली है. माननीय जल शक्ति मंत्री उद्घाटन करेंगे. इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ പോസ്റ്റർ എന്നൊരു ചോദ്യം വളരെ ഈസിയാണ്, പക്ഷേ അതിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് പ്രയാസമുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് ഇത്. മറ്റതുപോലെ നമുക്ക് ജൽഹി ജീവൻ ഹേ എന്നൊന്നും എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വെറുതെ എഴുതി വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം, അത് സംഗോഷ്ഠി ആയിക്കോട്ടെ, സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാറാണ്. അപ്പോൾ ഇവിടെ സംഗോഷ്ഠിയാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റെന്തെങ്കിലും ഒരു നാടകത്തെക്കുറിച്ചായിരിക്കാം, ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ നല്ല വൃത്തിയിൽ ഒരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്തെഴുതാം? സംഗോഷ്ഠിയാണല്ലേ നടത്താനിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സംഗോഷ്ഠി എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സംഗോഷ്ഠി എന്നെഴുതി. അപ്പോൾ സംഗോഷ്ഠി എന്നെഴുതി. ഇനി സംഗോഷ്ഠിയുടെ വിഷയം എന്താണ്? ജൽഹി ജാൻ ഹേ. അപ്പോൾ നമ്മളിവിടെ അടുത്ത വിഷയം നമുക്ക് എന്താ എഴുതേണ്ടത്? ജൽഹി ജാൻ ഹേ. അപ്പോൾ നമ്മൾ ഇനി അതാണ് എഴുതേണ്ടത് കേട്ടോ. സംഗോഷ്ഠിയുടെ വിഷയം എന്താണ്? ജൽഹി ജാൻ ഹേ എന്ന് കൊടുത്തു. ഇനി ഇവിടെ ചോദ്യത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ രണ്ടും കൊടുത്തു. സംഗോഷ്ഠിയാണെന്ന് പറഞ്ഞു, എന്താണ് വിഷയം എന്ന് കൊടുത്തു, എന്നാണ് ഡേറ്റ്, ആ ഡേറ്റിനെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അത് കൂടാതെ മാനനീയ ജലശക്തി മന്ത്രി ഉദ്ഘാടൻ കരേങ്കി. അപ്പോൾ ഉദ്ഘാടകനെ നമ്മൾ നിർബന്ധമായും, മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, അത് ഇവിടെ എഴുതിയിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ എഴുതേണ്ട കാര്യം, 2023 മാർച്ച് 22 അപ്പോൾ നമ്മളിവിടെ ഡേറ്റ് കൊടുത്തു. 2023 മാർച്ച് 22 സമയം കൊടുക്കണേ. അങ്ങനെ ഡേറ്റ് എഴുതുമ്പോൾ, ഡേയും ഡേറ്റും എഴുതുമ്പോൾ നമ്മൾ സുബഹ്
10 ബജേ. ഇനി ഉദ്ഘാടകൻ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഉദ്ഘാടൻ നോക്കൂ, മാനനീയ ജലശക്തി മന്ത്രി. ഇനി ഇവിടെ സ്ഥലം പറയുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് കെ നേതൃത്വ. അപ്പോൾ എന്താണ്? ജില്ലാ പഞ്ചായത്ത് സഭാ ഗൃഹ് എന്നെഴുതാം. നോക്കൂ, ഇനി നമുക്ക് ഇതൊന്ന് ചെറുതാക്കി എഴുതാം കേട്ടോ. ചോദ്യത്തിൻ്റെ അടുത്ത് തന്നെ ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുമല്ലോ. ജില്ലാ പഞ്ചായത്ത് നേതൃത്വം എന്നും കൊടുക്കാൻ വേണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംഗോഷ്ഠി. എന്നിട്ട് താഴെ നമുക്ക് എന്ത് കൊടുക്കാം? ആ സ്ഥലം എവിടെ നടത്തുന്നു എന്നുള്ളതിന് ജില്ലാ പഞ്ചായത്ത് ഹാൾ എന്ന് തന്നെ എഴുതുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാലാണ് ഒരു 4 മാർക്കിൻ്റെ പോസ്റ്റർ നമുക്ക് തയ്യാറാകുന്നത്. ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തും വരാം. സ്വതന്ത്രതാ ദിവസ്, ഗണതന്ത്ര ദിവസ്, ഇങ്ങനെയുള്ള എന്തൊരു പ്രോഗ്രാമിനെ കുറിച്ചാണെങ്കിലും ഇതുപോലെ പ്രോഗ്രാം ചോദ്യത്തിലുണ്ട്, ഡേറ്റ് ചോദ്യത്തിലുണ്ട്, എവിടെ വെച്ച് നടത്തുന്നു എന്നും ചിലപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. അതിനോടൊപ്പം നിങ്ങൾ ഡേയും ടൈമും കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്തുകൂടി ആഡ് ചെയ്താൽ മതി? സബ്കാ സ്വാഗത് എന്ന് കൂടി കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കിന് നിങ്ങളുടെ ഈ 8ൽ മാത്രമല്ല 9ൽ 10ൽ ഒക്കെ നമുക്ക് ചോദ്യം വരുന്നതാണ്. ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമറിൻ്റെ 1 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ. അപ്പോൾ 1 മാർക്കാണല്ലോ എന്ന് വിചാരിക്കേണ്ടത്, ചിലപ്പോൾ 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്കൊരു മാതൃക ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ചോദ്യം ഇതാണ്, നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ. നമൂന എന്ന് പറഞ്ഞാൽ എന്താ? മാതൃകയിൽ തന്നിട്ടുള്ള സെൻറ്റൻസ് പോലെ വാചകത്തെ മാറ്റി എഴുതാനാണ് പറയുന്നത്, സെൻറ്റൻസിനെ മാറ്റി എഴുതാൻ. അപ്പോൾ ആദ്യം ഇവിടെ നോക്കൂ, ഇതാണ് മാതൃക. മേ ഊബ് ഗയാ ഹും അല്ലേ? മേ ഊബ് ഗയാ ഹും. നമ്മൾ ഇത് ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിട്ടുള്ള ഗ്രാമറാണ്. മേ എന്ന് പറയുന്നത്, മേ എന്ന് ഒരു സെൻറ്റൻസ് അതെപ്പോഴാണ്? സാമാന്യ വർത്തമാന കാലത്തിൽ മേ എന്ന് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അവസാനിക്കുന്നത് ഹും എന്നായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഹേ എന്നതിനും ഹോ എന്നതിനും ഒരേ മീനിങ് ആണ്. പക്ഷേ എന്നിട്ടും ഹും എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. മേക്ക് മാത്രമേ നമ്മൾ ഈ ഹും ഉപയോഗിക്കാറുള്ളൂ. എപ്പം? സാമാന്യ വർത്തമാന കാലത്തിൽ. ടെൻസ് ഏതാണ്? പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഹും വന്നത്. ഇവിടെ നോക്കൂ, തും ഊബ് ഗയേ ഹോ. ഈ മേ എന്ന സെൻറ്റൻസിനെ നമ്മൾ തുമ്മിലേക്ക് മാറ്റിയപ്പോൾ എന്തായി? അത് ഊബ് ഗയേ ഹോ എന്നായി മാറി. ഇവിടെ മേ ഗാട്ടി മേ ആയാ ഹും, അത് നമുക്ക് എന്താണ്? മേ വെച്ചിട്ടാണ് ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതിനെ നമ്മൾ എന്താക്കണം? തുമ്മിലേക്കാണ് സെൻറ്റൻസിനെ മാറ്റേണ്ടത്. അപ്പോൾ എന്ത് വരും? തും ഗാട്ടി മേ ആയേ ഹോ. എന്താ ആൻസർ വരുന്നത്? ഗാട്ടി മേ ആയേ ഹോ. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തെഴുതാം. തും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള മാതൃക നന്നായി നോക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് മുകളിലുള്ള മാതൃക എങ്ങനെ എഴുതിയിരിക്കുന്നോ അതുപോലെയെങ്കിലും നിങ്ങൾക്ക് എഴുതാം. മറ്റൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ നമൂനയ്ക്ക് അനുസാർ വാക്യ പൂർത്തീകരേ. തന്നിട്ടുള്ള മാതൃക അനുസരിച്ച് വാക്യത്തെ പൂർണ്ണമാക്കാനാണ്. ബച്ച ചൽത്താ ഹെ
അല്ലേ? ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, ഒരു കുട്ടിയാണ്. കുട്ടി ചൽത്താ ഹെ നടക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായി? അത് സെൻറ്റൻസിലേക്ക് നോക്കും, എന്ത് മാറ്റാണ്? ബച്ച എന്നുള്ളത് ബച്ചേ എന്നായി. എന്ന് വെച്ചാൽ ഒന്നിലധികം കുട്ടികൾ എന്നായി. അവിടെ കുട്ടി എന്ന സെൻറ്റൻസ് മാറിയിട്ട് കുട്ടികൾ. അവിടെ എന്തായി? ചൽത്താ ഹെ എന്നുള്ളതിന് പകരം ചൽത്തേ ഹേ. ചൽത്തേ ഹേ എന്ന് വെച്ചാൽ ബഹുവചനമായി മാറി. സെൻറ്റൻസ് എന്താണ്? സിംഗിൾ അല്ല, പ്ലൂരൽ ആണ്. അപ്പോൾ ഇവിടെ ബഹുവചനമായി മാറി. അതുകൊണ്ട് തന്നെ ഹേക്ക് കുത്തുണ്ട്. ഏകവചനത്തിന് ഹേക്ക് എന്ത് കാണില്ല? കുത്ത് കാണില്ല. ഇവിടെ എന്തായി? ചൽത്തേ ഹേ എന്നായി മാറി. അപ്പോൾ ബച്ച ദൗഡ്താ ഹേ. അടുത്ത സെൻറ്റൻസ് ഇതാണ്, ബച്ച ദൗഡ്താ ഹേ. ഇതിനെ വേണം നമുക്ക് മാതൃക പോലെ എഴുതാൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതും? ബച്ചേ ദൗഡ്തേ ഹേ. ദൗഡ്തേ ഹേ. ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബഹുവചനത്തിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള മാതൃക തന്നെ നന്നായി നോക്കി മനസ്സിലാക്കി അതുപോലെയെങ്കിലും നിങ്ങൾ മാറ്റി എഴുതുക. പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ട് മാറ്റി എഴുതുക. അപ്പോൾ ഇനിയൊരു ചോദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ കണ്ടാൽ നിങ്ങൾ ചിന്തിക്കും, ആ മിസ് ഇങ്ങനെയാണല്ലോ ആ വീഡിയോയിൽ എഴുതിയത്, ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കല്ലോ. അപ്പോൾ അതുപോലെ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സെൻറ്റൻസ് അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്താണ് വ്യത്യാസം എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇത്തരം മാർക്കുകളൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.